ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ രാവിലെ 4:30 മണി സമയം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 4:30 മണിയാണെങ്കിൽ ഞാൻ എന്താ പറയുക, നൈറ്റ് സ്റ്റിൽ യങ് പോലെ നിൽക്കുവാണ്. ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ വിചാരിക്കുന്നു കാറിലിരുന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കുന്നു. ഒരു യാത്ര പോവാണ്, ഒരു നീണ്ട യാത്ര, ഏതാണ്ട് ഒരു 12 മണിക്കൂർ കാറിൽ സഞ്ചരിക്കണം. വയനാട്ടിലേക്കാണ് പോകുന്നത്. ഇടയ്ക്ക് കൊച്ചിയിലൊരു ഹോൾട്ട് ഉണ്ടാവും. പിന്നെ അവിടെ ചെന്നിട്ട് സാരിയിലേക്കൊക്കെ മാറാം. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊച്ചിയിൽ നമ്മുടെ സെക്കൻഡ് റൂമിൽ ചെന്നിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഒന്നുകൂടെ ഒന്ന് ഫ്രഷ് ആയിട്ട് യാത്ര തുടരാം. കാര്യം തൃശ്ശൂർ ഭാഗത്തെത്തുമ്പോൾ നമ്മുടെ ട്രാവൽ വ്ളോഗിന് വേണ്ടിയിട്ടൊരു വീഡിയോ എടുക്കേണ്ട ആവശ്യമുണ്ട്. ക്യാമറമാനെയൊക്കെ കൂടെ കൊണ്ട് പോകുന്നുണ്ട്. കാറും ഡ്രൈവർ സന്ദേശമൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും കറക്റ്റ് സമയത്ത് 4 മണിക്ക് എല്ലാവരും എത്തിയതാണ്. അപ്പോൾ ഞാൻ 4:30 ഇറങ്ങുന്നു. അപ്പോൾ വിശേഷങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ഇതെൻ്റെ ഒരു പേഴ്സണൽ വ്ളോഗാണ്. അപ്പോൾ നമ്മൾ വയനാട്ടിലേക്ക് എന്തിനാണ് പോകുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ കൊച്ചു വെളുപ്പാങ്കാലത്തൊരു യാത്ര. എന്തായാലും ഹൈവേയിലൂടെയൊക്കെ പോകുമ്പോൾ നല്ല രസമാണ്. സൂര്യൻ ഉദിച്ചിട്ടില്ല, അപ്പോൾ ഏതാണ്ട് രാത്രി സഞ്ചരിക്കുന്ന പോലെയാണ്. പക്ഷേ 2 സൈഡിലും കടകളുടെയൊക്കെ ലൈറ്റ്സും വഴിവിളക്കുകളും ഒക്കെ ആയിട്ട് കളർഫുള്ളാണ് കേട്ടോ റോഡൊക്കെ. ഈ പെട്ടെന്ന് തന്നെ ഇച്ചിരി നേരം നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു 1-1.5 മണിക്കൂറിനകത്ത് തന്നെ സൺറൈസ് ഉണ്ടാകും. സൂര്യപ്രകാശം വന്നു കഴിയും, അപ്പോൾ വെളിച്ചമാകും. അങ്ങനെ സെക്കൻഡ് ഹോമിൽ എത്തിയിട്ടുണ്ട്. കറക്റ്റ് കാറിലിരുന്ന് സുഖമായിട്ട് ഉറങ്ങി. അത് ഇപ്പോൾ ഇവിടെ കറക്റ്റ് ഒരു 9:30 കഴിഞ്ഞപ്പോൾ എത്തിക്കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് ഒന്ന് ഫ്രഷ് ആകണം, കുളിച്ച് സെറ്റ് ചെയ്തിട്ട് സാരിയെ കൊടുത്താൽ. സെക്കൻഡ് ഹോം മിസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ വേറൊരു സംഭവം തോന്നി. വിഷ്ണുവിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. കാരണം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് വിഷ്ണു ഇവിടെ സ്റ്റേ ആയിരുന്നല്ലോ. ഇവിടെ നുവാൽസിൽ സ്റ്റേ ചെയ്യുന്ന സമയത്ത് വിഷ്ണു ഇവിടെ ഉണ്ടായിരുന്നു. അനു അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ വിഷ്ണുവിൻ്റെ ഒരു കംഫർട്ട് സോണിനനുസരിച്ചെല്ലാം ഇതിൻ്റെ ഡെക്കറും ഇതിനകത്തെ ഇൻറ്റീരിയറൊക്കെ കുറേ മാറ്റങ്ങൾ വരുത്തിയിരുന്നു വിഷ്ണുവിന് വേണ്ടിയിട്ട്. വിഷ്ണു തന്നെ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ വിഷ്ണു ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ അതൊരു ഭയങ്കര ഫീൽ, എന്താണെന്നറിയില്ല, സങ്കടം തോന്നുന്നു. അതിനെ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു, സാരിയിലേക്ക് മാറി കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ തിരിച്ച് പോവാണ്. വയനാട്ടിലേക്കുള്ള ട്രിപ്പ് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് എടുത്ത് കയറിയതാണ്. ഇനി പോകുന്ന വഴിക്ക് ഇനി നമ്മൾ തൃശ്ശൂരിന് ചാലക്കുടി ഭാഗത്തേക്ക് പോകും. അവിടെ തനിമാവ് എന്ന റെസ്റ്റോറൻറ്റ്, അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. ഓക്കെ, വളരെ തനി നാടൻ വളരെ സ്പെഷ്യൽ കടയാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ട്രാവൽ വ്ളോഗ്സിന് വേണ്ടിയിട്ടാണ് ആ ഷൂട്ട് ഉണ്ടാവുന്നത്. വീണ്ടും കാറ് മുന്നോട്ട് യാത്ര തുടരുന്നു. ഇനി അടുത്തൊരു സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ഭാഗത്ത്, അതായത് ചാലക്കുടി എത്തുമ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യാൻ പോണത്. അവിടെ എത്തുമ്പോൾ ഞാൻ പറയാം ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ട്രാവൽ വ്ളോഗിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ബിറ്റ്വീനാണ് ഞാൻ നമ്മുടെ വ്ളോഗിന് വേണ്ടി കൂടി എടുക്കുന്നത്. അടിപൊളി ലഞ്ചായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ബെസ്റ്റ് നൈസ് ട്രാവൽ വ്ളോഗ്സിലാണ്. നമുക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ വയനാട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ സഞ്ചരിച്ച് വയനാടിൻ്റെ ഏകദേശം എത്തിയെന്ന് തന്നെ പറയാം. നമ്മൾ ചുരം കയറാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ ചുരം കയറി തുടങ്ങി. ഈ ഒരു സമയമായപ്പോൾ രാത്രിയായി കഴിഞ്ഞു. ഏകദേശം ഒരു 8-9 മണിയായി. ഇനി ഇത് മുകളിലേക്ക് എത്തുക എന്നുള്ളതൊരു വലിയൊരു പ്രയത്നമാണ്. കാരണം ഇവിടെ ഇപ്പോൾ ഒരു 8:30 ഒക്കെ ആയി കഴിയുമ്പോൾ തന്നെ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും ഇങ്ങനെയാണ്. പല സമയത്തും അങ്ങനത്തെ അപ്ഡേറ്റ്സാണ് സാധാരണ കാണുന്നത്. എപ്പോഴും ഇവിടെ ഒരു ബ്ലോക്കാണ്, ട്രാഫിക് ജാം പോലെ. പതുക്കെ ഒച്ചഴയുന്ന പോലെയാണ് ഇവിടെ വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്. ഇത് കാണുമ്പോൾ അറിയാമല്ലോ അല്ലേ, ഇങ്ങനെ വരിയായിട്ട് 2 വരിയായിട്ട് അങ്ങോട്ട് പോകുന്നതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട്. ഒരു പക്ഷേ വീക്കെൻഡും ഹോളിഡേയും എല്ലാം കൂടി ചേർന്ന് വരുന്ന ദിവസങ്ങളായതുകൊണ്ട് ടൂറിസ്റ്റുകളുടെ തിരക്ക് വളരെ കൂടുതലായിരിക്കാം. എങ്കിലും അല്ലാണ്ട് ലോറിയും അങ്ങനെ ഇങ്ങനെ ഒരുപാട് വാഹനങ്ങൾ, ബസ് വളരെ സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ലേറ്റായി.
അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് റിസോർട്ടിൽ നിന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എപ്പോഴാണ് എത്തുക. അപ്പോൾ ഞാൻ ഏകദേശം ഒരു സമയം പറഞ്ഞു, പക്ഷേ ആ സമയത്തൊന്നും എത്തുമെന്ന് തോന്നുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴി തടസ്സമാണ്. പതുക്കെ പതുക്കെ ഇങ്ങനെ എഴഞ്ഞ് ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുക്കും തോന്നുന്നു ഈ ഒരു ചുരം കയറി വയനാട് ടോപ്പിലെത്താൻ. അപ്പോൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഒരു വഴി തടസ്സം. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ഈ സൈഡിൽ, റോഡിൻ്റെ സൈഡിൽ. അവിടെ ഒരു ഉത്സവം നടക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും ഭക്തരും എല്ലാം കൂടി ചേർന്നിട്ട് നല്ലൊരു ക്രൗഡുണ്ട്. എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ ഈ പാതിരാത്രി ഇങ്ങനെ കാറിൽ ആൾക്കാർ വരുന്നത്. നമ്മളും പ്രതീക്ഷിക്കുന്നില്ല ഇവിടെ ഇങ്ങനെ റോഡിലൊരു ബ്ലോക്ക് ഉണ്ടാവുന്നു. എന്തായാലും കുറച്ച് നേരം വാഹനം അവിടെ നിർത്തി ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ ആ കൂട്ടത്തിൽ 1-2 പേര് ഇടപെട്ടിട്ട് ഇപ്പോൾ ഒരു ക്ലിയറൻസ് ആക്കി തരാണ്. ആൾക്കാരെ ഇങ്ങനെ സൈഡിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ വാഹനം കടന്നു പോകാനായിട്ട് വഴിയൊരുക്കുന്നു. ഇല്ലെങ്കിൽ ഒരു മണിക്കൂർ കൂടെ ഇവിടെ സ്റ്റക്കായേനെ. പക്ഷേ ഭാഗ്യത്തിന് ഇവിടവും കടന്നു കിട്ടി. നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡിലെത്തി, എൻട്രൻസ് എത്തിക്കഴിഞ്ഞു. ഇനി ഉള്ളിലേക്ക് പോവാം. കോണ്ടൂർ ഐലൻഡ് റിസോർട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ നല്ലൊരു വാം വെൽക്കം തന്നെയാണ് ഇവിടെ എനിക്കായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പാതിരാത്രിയാണ് ചെന്ന് കയറുന്നതെങ്കിൽ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പക്ഷെ വളരെ സന്തോഷത്തോടെ അവർ സ്വീകരിക്കുന്നു. ഇതൊരു മനോഹരമായ പ്രോപ്പർട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് ഡേ ടൈമിൽ കണ്ടാലേ അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ, ആസ്വദിക്കാനും പറ്റുള്ളൂ. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് രാവിലെ കാണാം. ഇപ്പോൾ റൂമിൻ്റെ ഭാഗത്തേക്ക് പോകാം. അങ്ങനെ പൂൾ സൈഡിൽ തന്നെ ഇരുന്ന് ഭക്ഷണവും കഴിച്ചു. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിടി, കോഴിക്കറി, ഒന്നും പറയണ്ട. കുറേ എന്താ പറയുക, ചപ്പാത്തീസ് ആൻഡ് ചിക്കൻ കൊണ്ടാട്ടം, പിന്നെ നെയ്പത്തിരി ഒക്കെ ഉണ്ടായിരുന്നു. ഒരു പംകിൻ ഹൽവയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പൂൾ സൈഡിൽ ഇരുന്ന് തന്നെയായിരുന്നു ഭക്ഷണം. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് അകത്തേക്ക് കയറുന്നു. ഇനി ഒന്ന് കുളിക്കണം. ഇച്ചിരി കഴിച്ചിട്ടേ ഉള്ളൂ കേട്ടോ കുളിയല്ല. സാധാരണ രീതിയിൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ നേരത്തെ തന്നെ ഫുഡ് കഴിച്ച് തീർക്കാനുള്ള ജോലിയായിരുന്നു. ഇങ്ങനെ റൂമും കോട്ടേജൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. പരിസരമൊക്കെ അടിപൊളി, നല്ല ഒട്ടും ക്ഷീണമൊന്നും തോന്നുന്നില്ല കേട്ടോ. രാവിലെ 4:30 ഇറങ്ങിയതാണ് ഞാൻ. പക്ഷേ എനിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഒരു 10:30 മണി സമയമായിട്ടുണ്ട്. അത്ര ഉള്ളൂ. രാവിലത്തെ കാഴ്ച അതിമനോഹരമാണത്. നോക്കിയേ, എത്ര രസമായിരിക്കണമെന്ന് പറയാം. മിസ്റ്റ്, മഞ്ഞൊക്കെ മൂടി കിടക്കുന്നു, കോടയൊക്കെ ഇറങ്ങി കിടക്കുന്ന ഈ ഒരു കോണ്ടൂർ ഐലൻഡ് റിസോർട്ട് ഏരിയ. വയനാടിൻ്റെ വന്യമായ ഒരു ഭംഗി നമുക്കിവിടെ കാണാൻ സാധിക്കും. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള തറവാട് വീടുകൾ പോലെയുള്ള ബിൽഡിങ്സും ഒരു എന്താ പറയുക, നേച്ചറിനെ ഒട്ടും തന്നെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലാണ് ഈ കൺസ്ട്രക്ഷനൊക്കെ നടന്നിരിക്കുന്നത്.
രാവിലെ ഞാൻ ഇച്ചിരി കൂടെ രാവിലെ എഴുന്നേക്കണമെന്നാണ് വിചാരിച്ചു, പക്ഷേ 7 മണിയായി കേട്ടോ. ഫുൾ മിസ്റ്റ്. ഒരു കിളി അവിടെ വന്ന് പാടും നോക്കി. അയ്യോടാ, സോ ക്യൂട്ട്. ഇനി കുളിക്കണം, ഡ്രസ് ചെയ്യണം. ഓക്കെ, കണ്ണു തുറന്നു നല്ല വ്യൂ കാണാനായിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കി. രാവിലെ ഇതിൽ കൂടുതൽ എന്താ വേണ്ടതെന്ന്. അങ്ങനെ കോണ്ടൂർ ഐലൻഡ് റിസോർട്ട് ആൻഡ് സ്പാ. ഇത് ബ്യൂട്ടിഫുൾ ഒരു പ്രോപ്പർട്ടി നോക്കിയേ. ഇത് ഇപ്പോൾ കുറച്ച് വിസിബിലിറ്റി ആകുന്നുണ്ട്. ഇവിടെ കംപ്ലീറ്റ് കോട ഇറങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 9 മണിയായി, എന്നിട്ട് പോലും ക്ലിയറൻസ് ആയിട്ടില്ല കോട ഇങ്ങനെ. അതാണ് ഇവിടുത്തെ എന്താ പറയുക, നമ്മുടെ ബാണാസുര സാഗർ ഡാം സൈറ്റ്. ആ ഡാമൊക്കെ ശരിക്കും കാണാമായിരുന്നു, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് എത്ര കാണാൻ പറ്റുമെന്നറിയില്ല. എനിക്ക് തന്നെ വളരെ കുറച്ചിങ്ങനെ കാണാം. മഞ്ഞിൽ മൂടി കിടക്കുന്നു. കോട്ടേജ് ടൈപ്പായിട്ട് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് അങ്ങ് അറ്റം വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കോട്ടേജ് താഴെയായിരുന്നു, അവിടെയായിരുന്നു മറ്റേ പ്രൈവറ്റ് പൂൾ. അത് ഞാൻ അടുത്ത ലാൻഡിങ്ങിൽ വന്നപ്പോൾ ഇവിടെയും ഒരു പൂളും ഇരിക്കാനുള്ള നിരപ്പായ സ്ഥലവും. ഇത് വേറൊരു കോട്ടേജ് ഇവിടെയല്ല. നല്ല രസമുണ്ട്, ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി. അപ്പോൾ എന്തായാലും ഇനി മേളിലേക്ക് കയറുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യുകയാണ്. അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അധിക സമയമില്ല. അപ്പോൾ രാവിലെ ചെറിയൊരു മഴയുടെ ഡ്രിസ്ലിങ്ങും ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ എനിക്ക് വെളിയിൽ നിന്ന് ഇങ്ങനെ കാഴ്ചകൾ കാണിച്ചു തരാൻ ബുദ്ധിമുട്ട്. എങ്കിലും പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഓവറോൾ ഞാൻ കാണിച്ചു തരാം. എന്ത് രസമാണ് ഇവിടുത്തെ ഒരു ലൈഫ് അല്ലേ. വയനാട് പൊതുവേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്താ പറയണ്ടേ, ഇങ്ങനെ ഒരു നല്ലൊരു റിസോർട്ടിലൊക്കെ നിൽക്കാൻ പറ്റുമ്പോൾ ഭയങ്കര സന്തോഷം. കാര്യം അതിൻ്റെ ചുറ്റുമുള്ള ഒരു പോസിറ്റീവ് വൈബാണ്. ഇവിടെ കുറേ ഫ്രൂട്ട് ട്രീസൊക്കെ ഉണ്ട് കേട്ടോ. നെല്ലിക്ക മരമുണ്ട്, ഇവിടുത്തെ മൾബറി കാണുന്നുണ്ട്. കുറേ രസമുണ്ട്. നന്നായിട്ട് ചെയ്തിരിക്കണം ഈ പ്രോപ്പർട്ടി, ഗംഭീരം. അവിടെ ഇങ്ങനെ പൂളും ഒക്കെ ആയിട്ട്. പക്ഷേ ഇപ്പോഴത്തെ കുറച്ചൊരു ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് മാത്രം പെട്ടെന്ന് അകത്ത് കയറണം. അല്ലെങ്കിൽ ഞാൻ ഔട്ട്ഡോർ കിടന്ന് കുറച്ച് നേരം കൂടി കറങ്ങാമെന്ന് വിചാരിക്കുകയായിരുന്നു. ഇഷ്ടംപോലെ കിളികളൊക്കെ ഉണ്ട്. രാവിലെ തന്നെ നല്ല എന്താ പറയുക, കിളികളുടെ ശബ്ദമൊക്കെ ആയിട്ട് സോ ബ്യൂട്ടിഫുൾ. അങ്ങനെ ബാണാസുര സാഗർ ഡാമാണ് ആ ഭാഗത്ത്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്തേക്ക് പോകുന്നു. ഇഷ്ടംപോലെ പേരക്കാമരം, നെല്ലിക്കാമരം, ഇത് ഭംഗിയായിരിക്കും. ഓരോ കോട്ടേജും ഒരു ചെറിയൊരു 4 കെട്ട് പോലെയോ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ പാറ്റേൺ ആണ്. നല്ല രസമുണ്ട്, മീൻസ് നല്ല രസമുണ്ട്. ഈ സൈഡിൽ കാണുന്ന ബിൽഡിങ്ങാണ് ഇവരുടെ ആയുർവേദ സ്പാ ട്രീറ്റ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഒരു വലിയ ആല്. റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്തേക്ക് നടക്കുമ്പോൾ സോ നൈസ്. റിസപ്ഷൻ ആൻഡ് റെസ്റ്റോറൻറ്റ് ഏരിയ. ഇങ്ങനൊരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര എനർജറ്റിക് ആവും. നമ്മൾ ഒരുപാട് നല്ല ശുദ്ധമായ വായുവൊക്കെ ശ്വസിച്ച് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ വിഷമോ ഉണ്ടെങ്കിൽ, ടെൻഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറുമെന്ന് പറയുന്നത് ആൽമരച്ചൂട്ടിൽ. കുറേ നാളായി ഒരു ആലന്വേഷിച്ച് നടക്കുന്നു. ഇപ്പോൾ കറക്റ്റ് ഇവിടെ വരേണ്ടി വന്നു നല്ലൊരു ആലിനെ കാണാനായിട്ട്. ആൽമരം ബ്യൂട്ടിഫുൾ. അപ്പോൾ ആൽമരച്ചൂട്ടിൽ നിന്നൊക്കെ എഴുന്നേറ്റു. ഇത് റിസപ്ഷൻ ഏരിയ. രാത്രി വന്നതുകൊണ്ട് അതൊന്നും അത്ര വിസിബിൾ അല്ലായിരുന്നു. ബ്യൂട്ടിഫുൾ കേട്ടോ, അതൊരു ബ്യൂട്ടിഫുൾ. ഇവിടെ നമ്മുടെ റെസ്റ്റോറൻറ്റ് എല്ലാം ഒരു ഹെറിറ്റേജ് സ്റ്റൈലിലെ ബിൽഡിങ്സാണ്. ഇത് റെസ്റ്റോറൻറ്റിൻ്റെ ബിൽഡിങ്ങാണ്, പക്ഷേ ഇവിടെ റൂംസും ഉണ്ട്. എല്ലാം കൂടി ചേർന്നവർ. യൂഷ്വൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇവിടെ താമസിക്കുന്ന കുറേ ഗസ്റ്റുകളെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം വെച്ച് എനിക്ക് ഷെഫ് സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പം ആൻഡ് ചിക്കൻ മോളി. ഓക്കെ, സന്തോഷം, താങ്ക് യു. ഷെഫിൻ്റെ പേര് പറഞ്ഞില്ല.
ജ്യോതിഷ്, ഇത് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫാണ്. ഓക്കെ. ഷെഫ് സ്പെഷ്യലാണ്. അപ്പം ചിക്കൻ മോളി, ഉഴുന്നുവട, ചട്നി. ഓക്കെ, താങ്ക് യു. ഷെഫ് സന്തോഷത്തോടു കൂടി ഷെഫ് ജ്യോതിഷ് ഉണ്ടാക്കി തന്നുവിട്ടാണ്. അങ്ങനെ നല്ല ക്രിസ്പി ഉഴുന്നുവട വിത്ത് 2 ചട്നീസ്. ചിക്കൻ മോളി, സാധാരണ ചിക്കൻ മോളി അധികം കാണാറില്ല, ഫിഷ് മോളിയാണല്ലോ. അതാണ് ഷെഫിൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ ഓക്കെ. ആൻഡ് സോഫ്റ്റ് അപ്പം. അപ്പോൾ എടുക്കാം. രാവിലെ തന്നെ നോൺ വെജിലാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. കുറച്ച് കഴിക്കാം, കാര്യം ഇനി ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനുള്ളതാണ്. അത് വേറൊരു സ്ഥലത്ത്. സോഫ്റ്റ് അപ്പം തൊടുമ്പത്തിനറിയാം. വെരി നൈസ്. ഇനി വരുന്നുണ്ട് കാര്യങ്ങൾ. ഷെഫ് വിടില്ല കേട്ടോ. ബട്ടൂര ആൻഡ് ചന മസാല കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഒരപ്പത്തിൽ നിർത്താം, ഒരു ബട്ടൂര കഴിക്കാം. ഷെഫ് ജ്യോതിഷ് ആണ് ഇതിൻ്റെ ഈ കൈപ്പുണ്യം ഇവിടെ നിന്നാണ്. നന്നായിട്ടുണ്ട് കേട്ടോ, അടിപൊളി. സാധാരണ ഇത്ര ഏർലിയായിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആളല്ല. യാത്രകളിൽ എപ്പോഴും നമ്മുടെ റൂട്ടീൻ തെറ്റും. ചെറിയ ചേഞ്ചസ് ഒക്കെ വരാമല്ലോ. രാവിലത്തെ ജീരകവെള്ളം വിത്ത് നാരങ്ങാനീരൊന്നും വെച്ചിട്ടില്ല. ഇറ്റ് ഹാപ്പൻസ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സംഭവിക്കും. പറഞ്ഞാൽ അവർ തരും കേട്ടോ, ശരിക്കും സമയമില്ലായിരുന്നു. ചൂട് ബട്ടൂര. അടിപൊളി ബട്ടൂര, ഗംഭീരമായിരിക്കും ബട്ടൂര വെച്ച് ചെന്ന. അപ്പോൾ ഇവരുടെ ഫുഡും കൊള്ളാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കോണ്ടൂർ ഐലൻഡ് റിസോർട്ട് ആൻഡ് സ്പാ. അപ്പോൾ ഇത് കംപ്ലീറ്റ് സിട്രിൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ് അല്ലേ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഈ അവരുടെ എല്ലാ പ്രോപ്പർട്ടീസ് എനിക്ക് തോന്നുന്നു ആലപ്പുഴയില്ലേ ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്, പിന്നെ നമുക്ക് നെല്ലിയാമ്പതിയിലുണ്ട്. ഇവിടെ തന്നെ 2 പ്രോപ്പർട്ടീസും കൂടെ വേറെ. ഓക്കെ. ഇത് ശ്രീ നവീൻ, അദ്ദേഹമാണ് ഇതിൻ്റെ ഓപ്പറേഷൻസ് മാനേജർ എല്ലാ പ്രോപ്പർട്ടിയുടെയും. ഞാൻ പറഞ്ഞത് ശരിയാണല്ലോ അല്ലേ? കറക്റ്റ് അല്ലേ? VP, ദാറ്റ് ഈസ് വൈസ് പ്രസിഡൻറ്റ് ഓൾസോ. ഓക്കെ, വൈസ് പ്രസിഡൻറ്റ് ഓപ്പറേഷൻസ് ഓഫ് സിട്രിൻ പ്രോപ്പർട്ടീസ് എല്ലാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ അറ്റൻഷൻ തന്നെ ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും. വളരെ നല്ല സ്റ്റേ ആയിരുന്നു. ഇറ്റ് വാസ് വെരി എൻജോയബിൾ. എനിക്ക് കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തല്ല സങ്കടം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഷെഫ് വന്നോളൂ കേട്ടോ, ഷെഫ് ജ്യോതിഷ്. അപ്പോൾ ഷെഫ് ഇവിടെ കുറേ സാധനങ്ങൾ എക്സ്ട്രാ, അതായത് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നല്ലതായിട്ട് ഉണ്ടാക്കി തന്നു. അല്ലാണ്ട് ട്രൈബൽ ഫുഡ് കുറേ ഉണ്ടാക്കിയത് എനിക്ക് ഉണ്ടാക്കി തരണമെന്ന് പുള്ളിക്ക് ഒരു ആഗ്രഹം ഉണ്ടായത്. അതനുസരിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൂടാണ്ട് കോട്ടയം ആ സൈഡിലെ പിടിയും ട്രഡീഷണൽ ആയിട്ടുള്ള നെയ്പത്തിരിയും കോഴിക്കറിയും പിന്നെ ബീഫും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. മലബാറും കോട്ടയം ആൻറ്റി ട്രഡീഷണൽ ഇവിടുത്തെ ട്രൈബൽ ഫുഡും. ട്രൈബൽ ഫുഡിൽ ഇപ്പോൾ ഷെഫ് എന്തൊക്കെയാണ് കരുതിയിരിക്കുന്നത്? കഞ്ഞിയുണ്ട് അല്ലേ? പെപ്പർ കഞ്ഞി, ചപ്പ്, അവരുടെ ഈ ഇലകളൊക്കെ ഇട്ടിട്ട് ചപ്പ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ചമ്മന്തി 4 തരം, തേങ്ങാ ചമ്മന്തീസ്, ചുട്ട പപ്പടം, പിന്നെ കൊറങ്കാട്ടി എന്ന് പറയുന്നത് റാഗി വെച്ചിട്ട്, റാഗി മുദ്ദ പോലെ കന്നഡക്കാർ ഉപയോഗിക്കുന്ന സാധനമല്ല, അതുപോലെ ഇവിടെ ട്രൈബൽസിന് എപ്പോഴും റാഗി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ട്രൈബൽ ഫുഡിൻ്റെ പാർട്ടാണ്. പിന്നെ കപ്പ ചുട്ടത്, ഡാം ഫിഷ് പൊള്ളിച്ചത്, അല്ലാണ്ട് കുറച്ച് ചെറുമീൻ പൊള്ളിച്ചത്, പിന്നെ ബാംബൂവിനകത്ത് ചുട്ടെടുത്താണ്. ഒന്ന് ബാംബൂ ചിക്കൻ, ദിസ് ഇസ് ബാംബൂ ചിക്കൻ, ദിസ് ഇസ് നല്ല ചൂടുണ്ട്, ആൻഡ് ഇത് ബാംബൂ ചിക്കൻ ബിരിയാണി അല്ലേ? ഓക്കെ, ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ഇച്ചിരി ടേസ്റ്റ് ചെയ്യാം. കാണുമ്പോൾ തന്നെ ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നിൽക്കുക കുറച്ച് ഹെവിയാണ്, എങ്കിലും ടേസ്റ്റ് ചെയ്യാണ്ട് പോകുന്നത് ശരിയല്ലല്ലോ. ഷെഫ് തന്നെ എനിക്ക് ഇച്ചിരി എടുത്ത് തന്നോളൂ. ഓക്കെ, കുറച്ച് ടേസ്റ്റ് ചെയ്യാം. കഞ്ഞി എടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് കഞ്ഞി ടേസ്റ്റ് ചെയ്യാം. ഇതാണ് ട്രൈബൽ ഫുഡിൻ്റെ ഭാഗമായിട്ട് മതി. താങ്ക് യു. കുരുമുളക്, പിന്നെ വെളുത്തുള്ളി, അയമോദകം എല്ലാം കൂടി ചേർത്തിട്ട് കുത്തരിയിൽ തേങ്ങയിട്ടിട്ട് കഞ്ഞി.
ഇത് മാത്രം മതി രാവിലെ അല്ലേ? ഇത് ടേസ്റ്റ് അറിയാം. ഇറ്റ്സ് നൈസ്. ഇടയ്ക്കിടയ്ക്ക് കുരുമുളക് കിട്ടുന്നുണ്ട്. അല്ല, വെരി ഫ്ലേവർഫുൾ. കുറച്ചെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് കൂടുതൽ കഴിക്കാൻ. ഇതാണ് റാഗി കൊണ്ടുള്ള റാഗി മുദ്ദ പോലെ ഇവരുടെ ട്രൈബൽ ഫുഡിൻ്റെ ഭാഗമാണ് കൊറകാട്ടി. ഇതിൻ്റെ കോമ്പിനേഷൻ എന്താണ് സാധാരണയായിട്ട്? ചപ്പിട്ട് കഴിക്കാം. ഓക്കെ, കുറച്ച് ചപ്പും കൂടി വെച്ചിട്ട്. ചപ്പ് പറഞ്ഞാൽ ഇതിൻ്റെ ഇല, ലീഫി ഇലക്കറിയാണ്. സംതിങ് ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര സ്പൈസസ് ഒന്നും വേണമെന്നില്ല. ഇത് മോസ്റ്റ് ഹെൽത്തി. റാഗി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ ഇപ്പോൾ മില്ലറ്റ് പ്രൊമോഷനായിട്ട് നടക്കുന്നു. ഇത്രയും സാധനങ്ങൾ ഷെഫ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ലേ. ഇതായിരിക്കും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെയാണെങ്കിലും ഇനി ബാക്കിയും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ചുട്ട പപ്പടമൊക്കെ കഴിച്ചിട്ട് എത്ര കാലമായി എന്നറിയാം. കനലിൻ്റെ ടേസ്റ്റ് കിട്ടും ചുട്ട പപ്പടം കഴിച്ചാൽ. ഇത് മുളക് ചുട്ട ചമ്മന്തി. ഇത് കഞ്ഞിയുടെ കോമ്പിനേഷനാണ്. ആഹാ, ഗംഭീരം. ഞാനൊരു പിടിയുടെ കൂടെ കമ്പൈൻ ചെയ്തു. അത്യാവശ്യം ചുട്ട കപ്പ. അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ചുട്ട് കഴിക്കുന്ന ഭയങ്കര ടേസ്റ്റാണ്. വേവിച്ച് കഴിക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റിയാണ്. മുളക് ചുട്ട ചമ്മന്തി ആൻഡ് കനലിൽ ചുട്ടെടുത്ത കപ്പ. ചുട്ട കപ്പയെല്ലാം കഴിച്ച കാലം മറക്കും. പണ്ടൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. വീട്ടിലൊക്കെ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്, അച്ഛനും അമ്മയൊക്കെ ഉള്ള സമയത്ത്. ബാംബു ചിക്കൻ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോണു. ഇത് മൈദ വെച്ചിട്ടുള്ളൊരു കവറിങ്ങാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഓക്കെ. എന്നിട്ട് ഇത് കംപ്ലീറ്റ് ചിക്കൻ എല്ലാം ഫില്ല് ചെയ്തിട്ട് കനലിൽ ചുട്ടെടുത്തത്. സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇത് ചിക്കൻ മാത്രമായിട്ട് ഇത് വിത്ത മസാല ബാംബുവിനകത്ത് ഫില്ല് ചെയ്തിട്ട് ചുട്ടെടുത്തതാണ്. അപ്പോൾ ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടാവും. യെസ്. ഇതിനകത്ത് എന്തൊക്കെയാണ് ഷെഫ് വന്നിട്ടുള്ളത്? അതായത് കോഴി, ചിക്കൻ ഇട്ടിട്ട് അതിൽ മഞ്ഞൾപ്പൊടി ഉണ്ട്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഓനിയൻ ഉണ്ട്, ചെറിയ ഉള്ളി, ഗാർലിക്ക്, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി ഉണ്ടോ? ഇഞ്ചി ഉണ്ട്, കുറച്ച് ഇഞ്ചി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഹാഫ് കുക്ക് ചെയ്തിട്ട് അതിലിട്ട് വെക്കും. ഓക്കെ. ആ അരപ്പാകം വേവിച്ചിട്ട് ബാമ്പുവിനകത്ത് ഇട്ടിട്ട് ബാക്കി ചുട്ടെടുക്കുന്നു. അപ്പോൾ ഇത് ഫുൾ കുക്കിങ് ബാക്കി കനലിൽ കിടന്നാണ്. ഇത് ബാംബു ചിക്കൻ ബിരിയാണി. യെസ്. ഇത് റൈസ് എത്ര ഒരു ഹാഫ് കുക്ക്ഡ് ആക്കും അല്ലേ? ദമ്മിടുന്ന പോലെ. ഇതിനകത്ത് വെച്ചാണ് ഇപ്പോൾ ദമ്മിട്ടിരിക്കുന്നത്, ചുട്ടെടുത്തിരിക്കുന്നത്. സാധാരണ ദമ്മിടുന്ന പോലത്തെ ഉള്ള പ്രോസസ്സ് തന്നെയാണ് ബാക്കി കാര്യങ്ങളെല്ലാം. എന്നിട്ട് ദമ്മിന് പകരം ബാമ്പുവിനകത്താക്കിയിട്ട് ക്ലോസ് ചെയ്തിട്ട് ചുട്ടെടുക്കുന്നു. ഇതെന്ത് റൈസാണ്? കൈമ തന്നെയാണ്. ഓക്കെ. ബാംബു ചിക്കനിലെ സ്പൈസസ് ഈ ഗരം മസാലയുടെ ഐറ്റംസ് ചേർത്തിട്ടുണ്ടോ? ഇല്ല നത്തിങ്. പട്ടാക അങ്ങനത്തെ ഒന്നുമില്ല. യെസ്. ഇത് അവരുടെ ട്രൈബൽ സ്റ്റൈലിൽ തന്നെ ചെയ്ത്. പക്ക ട്രൈബലാണെങ്കിൽ അതിൽ തേങ്ങാപ്പാൽ വരില്ല. പക്ഷേ ഇവരുടെ ഗസ്റ്റിനെയും കൂടെ കേറ്റർ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ടേസ്റ്റിൻ്റെ ഒരു കാര്യത്തിൽ ഗംഭീരം. കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്ന പോലെ. നമ്മുടെ ബിരിയാണി നോക്കട്ടെ. നല്ല ഫ്ലേവർ. ബാംബു ബിരിയാണി. അപ്പോൾ കോണ്ടൂർ ഐലൻഡ് റിസോർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുഡുകളുടെ മെനുവിൽ വരുന്നതാണ് ഇതെല്ലാം. ഇത് നിങ്ങൾക്ക് സെപ്പറേറ്റ് മെനു ആണ് അല്ലേ?
സെപ്പറേറ്റ് നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ രാവിലെ ബിരിയാണി കഴിക്കുന്ന ഞാൻ ഓൺലി ടേസ്റ്റിംഗ്. ഓക്കെ, ഒരു കാര്യം കൂടി ഉണ്ട്, അട്ടപ്പാടി കോഴി പൊള്ളിച്ചത്. അപ്പോൾ ഇവർക്ക് ഒരു സെപ്പറേറ്റ് മെനു തന്നെ ഉണ്ട്, ട്രഡീഷണൽ ഡിഷസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം വയനാടിൻ്റെ ആണെങ്കിലും അട്ടപ്പാടിയുടെ ആണെങ്കിലും മലബാറിൻ്റെ ആണെങ്കിലും പിന്നെന്താ പറയുക കോട്ടയംകാരുടെ ആണെങ്കിലും എല്ലാം ട്രഡീഷണൽ ഫുഡ് വേണമെങ്കിലും അവൈലബിൾ ആണ്. ആ ഒരു മെനു നോക്കിയിട്ട് പറഞ്ഞാൽ അപ്പോൾ വരുന്ന ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെല്ലാം. ഒരു ഡൈനിങ് എക്സ്പീരിയൻസും ഭയങ്കരമാണല്ലോ. പല ആൾക്കാർ സ്ഥലം കാണാൻ വരുന്ന സ്ഥലം കാണുക മാത്രമല്ല ഫുഡിൻ്റെ ഒരു ലോക്കൽ ഫുഡ് കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവില്ലേ കുറേ പേർക്കെങ്കിലും. അതാണ് അവരുടെ ഐഡിയ. അട്ടപ്പാടി കോഴി പൊള്ളിച്ചത്. ഓക്കെ, പച്ചയാണോ ഗ്രീൻ? ഓ, അപ്പോൾ ഒരുപാട് ഹേർബ്സും കൊച്ചുള്ളിയൊക്കെ ധാരാളമായിട്ട് ചേർത്തിട്ടുണ്ട്. മതി. ഇതാണ് അട്ടപ്പാടി ചിക്കൻ പൊള്ളിച്ചത്. ഗംഭീരം, വെരി ടേസ്റ്റി. വേറെ പൊട്ടാറായി. ബാമ്പു പായസം ഇങ്ങനെ അങ്ങനെ വേണ്ടാന്ന് വയ്ക്കും, മധുരമല്ലേ. അങ്ങനെ മുളയരി പായസവും വരുന്നു. ഇനി എന്ത് വേണം? ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ സ്പെഷ്യൽ. വയനാട്ടിൽ വന്നിട്ട് മുളയരി പായസം കഴിക്കാതെ പോകുന്നത് എങ്ങനെയാണ്? അതൊരു ഭാഗ്യമായി, അതും കിട്ടി. മൈ ഫേവറേറ്റ്. ഗംഭീരം. അപ്പോൾ ജ്യോതിഷിനോട് ഒരു താങ്ക് യു പറയുകയാണ് പോകുന്നതിന് മുമ്പ്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം, ട്രൈബൽ ക്യൂസിൻ്റെ അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ് ജ്യോതിഷ്. അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട് ട്രൈബൽ ഫുഡിൽ. അത് കാണാനുണ്ട്, കഴിക്കുമ്പോൾ അറിയാലോ. ഓക്കെ, അപ്പോൾ ഇനി ഓൾ ദ ബെസ്റ്റ്. ഇനി നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് റെഡി ആവട്ടെ. ഓക്കെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് തിരിച്ചെത്തി, ഡ്രസ്സ് മാറി കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എനിക്കിവിടെ വേണമെങ്കിൽ വൈകുന്നേരം ഒരു 3 മണി വരെ റിലാക്സ് ചെയ്യാം, എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് മീറ്റിങ്ങിന് പോകാനായിട്ട്. പക്ഷേ എൻ്റെ ഒരു ജീവിതം അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ളൊരു രീതി എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ സമയം. അതിനനുസരിച്ചിട്ട് ഞാൻ എൻ്റെ സമയം ഇങ്ങനെ സ്പീഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഓടി ഓടി എല്ലാ സ്ഥലത്തും എത്താനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ കോണ്ടൂർ ഐലൻഡ് റിസോർട്ടിൽ നിന്നും പോകാൻ സമയമാകുന്നു. വാഹനത്തിലേക്ക് ബാഗെല്ലാം എടുത്തു വെച്ച് കയറുകയാണ്. അപ്പോൾ എന്നെ പേഴ്സണലായിട്ട് യാത്ര അയക്കാനായിട്ട് ശ്രീ നവീൻ, ദറ്റ് ഈസ് വൈസ് പ്രസിഡൻറ്റ് ഓപ്പറേഷൻസ് സിട്രൻ ഗ്രൂപ്പിൻ്റെ, അദ്ദേഹം കൂടെ പ്രസൻറ്റാണ്. അതുമാത്രമല്ല വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു യാത്രയെ പോലെ എനിക്ക് തോന്നി. കാരണം ഇന്നിവിടെ ഇപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റാഫും എല്ലാവരും ഒന്നിച്ചതേ എനിക്ക് വേണ്ടി വളരെ സന്തോഷത്തോടു കൂടി അവരെന്നെ യാത്ര അയക്കുകയാണ്. എനിക്ക് സത്യത്തിൽ പറയാനായിട്ട് വാക്കുകളില്ല. അത്രയും നല്ലൊരു സ്റ്റേ ആയിരുന്നു. വളരെ കുറച്ച് സമയമേ ഞാൻ ഇവിടെ സ്റ്റേ ചെയ്തുള്ളൂ. ഒരു നൈറ്റും പകൽ ഏതാണ്ട് രാവിലെ 10 മണി വരെ. രാവിലെ മുതൽ ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കായിരുന്നു. പക്ഷേ മനസ്സിൽ തട്ടുന്ന കുറേ ഓർമ്മകൾ, നല്ല ആംബിയൻസ്, നല്ലൊരു ബ്യൂട്ടിഫുൾ നേച്ചറുമായി ചേർന്ന് താമസിച്ച ഒരു അനുഭവം തന്നെയായിരുന്നു. നല്ല ഫുഡ്, പിന്നെ ഹോസ്പിറ്റാലിറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി ഏകദേശം ഒരു 1.5 മണിക്കൂർ സഞ്ചരിച്ചാലേ നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തുള്ളൂ. അത് സുൽത്താൻ ബത്തേരിയിലാണ് എത്തേണ്ടത്. അവിടുത്തെ വിൽട്ടൺ ഹോട്ടലിലേക്കാണ് ഞാൻ പോകുന്നത്. നമ്മുടെ ട്രാവൽ വ്ളോഗിന് വേണ്ടി കുറച്ച് കുക്കിംഗ്, അവിടുത്തെ വിശേഷങ്ങൾ അതൊക്കെ എടുക്കാനായിട്ടുള്ള യാത്രയാണിത്. ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വരുന്നു എന്നുള്ള കാര്യം. എന്തായാലും വിൽട്ടൺ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെയും വളരെ സ്നേഹത്തോടു കൂടിയുള്ള സ്വീകരണം തന്നെയാണ്. ഇതിൻ്റെ ഓണർ ശ്രീ സത്താർ ആൻഡ് GM ഓഫ് വിൽട്ടൺ ഹോട്ടൽ, അവർ രണ്ടാളും ഇവിടെ ഉണ്ട്. പൂക്കളൊക്കെ തന്നെ എന്നെ സ്വീകരിക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടി. അപ്പോൾ ഇനി അകത്തേക്കുള്ള വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. പക്ഷേ ഇത് ഈ ചാനലിലല്ല നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് തിങ്കളാഴ്ച ദിവസം നമ്മുടെ ട്രാവൽ വ്ളോഗിൽ വിശേഷങ്ങളായിരിക്കും ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വിൽട്ടൺ റെസ്റ്റോറൻറ്റിൽ പോയി നമ്മുടെ ട്രാവൽ വ്ളോഗിന് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ചതേ പറന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ
ഫൈനൽ ഡെസ്റ്റിനേഷൻ. ആക്ച്വലി ഈ ഒരു വയനാട് ട്രിപ്പിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ ഈ ഒരു പ്രോഗ്രാമിന് വരാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് മെട്രോ ഫുഡ് അവാർഡ്സ്. അത് ഈ ഒരു മലബാർ സെക്ഷനിലുള്ള മെട്രോ ഫുഡ് അവാർഡ്സ്. സാധാരണയായിട്ട് ട്രിവാൻഡ്രം സൈഡിലാണ് മെട്രോ ഫുഡ് അവാർഡ്സ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിനൊരു മാറ്റം. ഇനി ഈ ഒരു നോർത്തേൺ കേരള ഏരിയയിലേക്ക് കൂടി അത് വ്യാപിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് മെട്രോ ഫുഡ് അവാർഡ്സ് മലബാർ റീജിയൻ. അത് നടക്കുന്ന സ്ഥലം ഗ്രേറ്റ് ട്രയൽസ് വയനാട് ബൈ GRT ഹോട്ടൽസ്. അത് നല്ല ബ്യൂട്ടിഫുൾ ഒരു പ്രോപ്പർട്ടിയാണെന്ന് പറയുന്നത്. ഞാൻ അവിടേക്ക് പോകുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ടാകും. ഒത്തിരി ഗസ്റ്റുകളുണ്ട്, പിന്നെ ഇതിൻ്റെ ഓർഗനൈസേഴ്സ്, പിന്നെ അവാർഡ് ജേതാക്കൾ എല്ലാവരെയും കാണും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ട്. ആ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ നമ്മുടെ വയനാട് ട്രിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ പറന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ മെട്രോ അവാർഡ്സിൻ്റെ വെന്യൂവിലേക്ക്. നമ്മളുടെ വെന്യൂവിലേക്ക് എത്തിക്കഴിഞ്ഞു. ഗ്രേറ്റ് ട്രയൽസ് ബൈ GRT ഹോട്ടൽസ്. കറക്റ്റ് ഒരു ഏകദേശം 2:54 3:30 ഫംഗ്ഷൻ. അപ്പം എന്തായാലും എത്തി. സന്തോഷം. കയറാം. ഇതിനകത്തുകൂടി തന്നെ പോകാം. താങ്ക് യു. ഫ്രണ്ട്ഷിപ്പ് ബാൻഡ്. ഓക്കെ, താങ്ക് യു. വെൽക്കം ചെയ്യുന്നത് ഒരു ഹാറ്റ് വെച്ചിട്ടാണ്. യെസ്, നോക്കൂ, നല്ല ബ്യൂട്ടിഫുൾ ആംബിയൻസ്. കയറി വരുമ്പോൾ തന്നെ അങ്ങോട്ട് നോക്കി ആ സൈഡിലേക്കൊക്കെ. ഇവിടെ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. നൈസ്. നൈസ്. ഇവിടെ റെസ്റ്റോറൻറ്റ് ഏരിയയിലും അവിടെ നിന്നും ഇത് തന്നെയാണ് വ്യൂ പോയിൻ്റ് കേട്ടോ, നേരെ വാലിയിലേക്ക്. സോ ബ്യൂട്ടിഫുൾ. ഞാൻ എൻ്റെ റൂമിലേക്ക് പോകുന്നു. ഇവിടെ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റൂമിലേക്ക് പോയിട്ട് ഡ്രസ്സൊക്കെ മാറി സാരിയൊക്കെ മാറിയിട്ട് മീറ്റിങ്ങിന് തയ്യാറാക്കാം. GRTയുടെ കേരളത്തിലെ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണിത്. ബാക്കി 19 എവിടേക്കാണ്? ചെന്നൈ ഉണ്ട്. പിന്നെ ചെന്നൈ പല 3 ബ്രാൻഡിലായിട്ടുള്ളത്. ആഡിസൺ ചെന്നൈ നമ്മൾ എൻ്റെ റൂമിലേക്ക് കയറുന്നു. യെസ്, ബ്യൂട്ടിഫുൾ. ഓ, എന്നെ വെൽക്കം ചെയ്യുന്നത് അടിപൊളിയായിട്ട് ചെയ്തല്ലോ. നോ ഫിൽറ്റർ മൊമെൻറ്റ്സ്. കൊള്ളാം. വളരെ പേഴ്സണൽ ടച്ചാണ് അല്ലേ ഗസ്റ്റുകൾക്ക് കൊടുക്കുന്നത്. റൂം ഇറ്റ് സെൽഫ് ഇസ് വെരി സ്പേഷ്യസ്. പക്ഷേ അതിനെക്കാട്ടി ഹൈലൈറ്റ് റൂമിൻ്റെ അത്ര തന്നെ ഉണ്ട് ഇവിടുത്തെ വാഷ്റൂം ഏരിയ. ഓ മൈ ഗോഡ്, ഭയങ്കര സ്പേഷ്യസ്. കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന അത്രയും നല്ലൊരു ടബ്. ഓക്കെ, ഇതൊരു ഷവർ ഏരിയ. ഇങ്ങോട്ടും ഉണ്ട്. രസമുണ്ട് ഓടി നടക്കാനുള്ള സ്പേസ്. ഐ ലൈക്ക് ഇറ്റ്. നൈസ് പ്രോപ്പർട്ടി. ഇത് മറ്റൊരു മനോഹരമായ പ്രോപ്പർട്ടിയിൽ ഇന്ന് ഇവിടെ തന്നെയാണ് സ്റ്റേ. ഇന്ന് ഇവിടുത്തെ വൈകുന്നേരം ഒരു അരമണിക്കൂറിനുള്ളിൽ പ്രോഗ്രാം തുടങ്ങുന്നു. നമ്മുടെ മെട്രോ ഫുഡ് അവാർഡ്സ്. അങ്ങനെ അങ്ങോട്ട് പോകാം. അപ്പോൾ ഡ്രസ്സ് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ ഈ റൂമിൽ തന്നെ ഉണ്ടാവും. ഇന്ന് രാത്രി ഇവിടെ, നാളെ രാവിലെ ഇവിടുന്ന് തിരിച്ചുള്ള യാത്രയാണ് ട്രിവാൻഡ്രത്തേക്ക്. അപ്പോൾ ഞാൻ ഒന്ന് ഡ്രസ്സ് ചെയ്തിട്ട് വരാം. യെസ്, ഐ ആം റെഡി ഫോർ ദ ഷോ എന്ന് പറയില്ല. നമ്മുടെ അടുത്ത മീറ്റിങ്ങിന് പോകാനായിട്ട് ഇത് റെഡി ആയി കഴിഞ്ഞു. 20 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി മീറ്റിംഗ് നടക്കുന്ന ഹാളിലേക്ക് പോകാം. മെട്രോ ഫുഡ് അവാർഡ്സ് 2024. അതായത് മലബാർ സെക്ഷനിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയ.
അങ്ങനെ വൈകുന്നേരത്തെ ഫംഗ്ഷന് വേണ്ടി ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഞാൻ ദേ ഇവിടുത്തെ ബ്യൂട്ടിഫുൾ ആംബിയൻസിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് മറ്റൊരു മനോഹരമായ പ്രോപ്പർട്ടി. ഇവിടെ എല്ലാം പച്ചപ്പാണ്. എൻ്റെ പച്ച സാരിയും കൂടി ആയപ്പോൾ ഞാനും ഇവിടുത്തെ ചെടികളുമായിട്ട് ബ്ലെൻഡായി പോയി എന്ന് എനിക്ക് തോന്നുന്നു. കോൺട്രാസ്റ്റ് അല്ലല്ലോ. അങ്ങനെ നടന്ന് വീണ്ടും റിസപ്ഷൻ ഏരിയയിലേക്ക് എത്തിയിരിക്കുവാണ് ഞാൻ. വീണ്ടും ഒരു വാം വെൽക്കം. എന്നെ സ്വീകരിച്ചത് ഇപ്രാവശ്യം ആരാന്നറിയോ? പൂക്കൾ കൊണ്ട് സ്വീകരിച്ചിരിക്കുന്നു. ഗ്രേറ്റ് ട്രയൽസ് വയനാട് ബൈ GRT ഹോട്ടൽസിൻ്റെ GM ആണ് ശ്രീമതി അനു. എന്നാൽ ഈ റിസോർട്ടിൻ്റെ GM എന്ന് പറയുന്നത് വളരെ യങ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയാണ്. എത്ര സ്നേഹത്തോടു കൂടി അറിയാൻ സ്വീകരിക്കുന്നത്. ഞങ്ങൾ ഒന്നിച്ചാണ് മീറ്റിംഗ് ഹാളിലേക്ക് കടന്നത്. അവിടെ നിറച്ച ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ക്ഷണിക്കപ്പെട്ട അതിഥികളും അവാർഡ് ജേതാക്കളും പിന്നെ ഇതിൻ്റെ ഭാരവാഹികളും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാരിങ്ങനെ പ്രസൻ്റ് ആയിരുന്നു അവിടെ. Good evening, everybody. Ladies and gentlemen, good evening to all of you. Welcome to the Metro Awards 16th edition, Malabar edition, which is going to happen today. So, officially, we invite everyone. ഫോർമൽ ഫംഗ്ഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നായിട്ട് ഒരു ചെറിയൊരു സ്പെഷ്യൽ ഒരു ഇവൻറ്റും കൂടിയുണ്ട്. അതായത് ഒരു ന്യൂ കോൺസെപ്റ്റായിട്ടുള്ളൊരു പെർഫോമൻസാണ്, ഒരു മ്യൂസിക് പെർഫോമൻസാണ്. ശ്രീമതി സുനിത മേനോൻ്റെ ഒരു മ്യൂസിക്കൽ പെർഫോമൻസാണ് ഇനി ഒരു അടുത്ത അരമണിക്കൂർ നമ്മൾ കാണാൻ പോകുന്നത്. ശ്രീമതി സുനിത മേനോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. വളരെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു ഷെഫും അതോടൊപ്പം ഒരു പ്രൊഫഷണൽ സിംഗറും കൂടിയാണ്. വളരെ യുണീക്കായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. നല്ലൊരു പാട്ടുകാരിയും നല്ലൊരു ഷെഫും. 30 വർഷത്തെ പരിചയ സമ്പത്താണ് ക്ലാസിക്കൽ കർണാട്ടിക് മ്യൂസിക്കിൽ. ഒരുപാട് സ്റ്റേജസിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, പുള്ളിക്കാരിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ 16 ലാംഗ്വേജസിൽ പാടാനുള്ള കഴിവുമുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വെറുതെ പാട്ട് പാടുകയല്ല, ഇതൊരു യുണീക്ക് ബ്ലെൻഡ് ഓഫ് മ്യൂസിക്കൽ ആൻഡ് കലിനറി എക്സ്പെർട്ടീസാണ്. കാരണം ഈ പാട്ടിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു റെസിപ്പിയെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് ഉണ്ടാക്കുന്ന രീതി, അതിൻ്റെ മെത്തേഡ്, അതിൻ്റെ റെസിപ്പിയുടെ ഇൻട്രിക്കേറ്റ് വശങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതോടൊപ്പം ഇടയ്ക്ക് പാട്ടും വരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരു പുതുമയേറിയ ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു പെർഫോമൻസ് കാണുന്നത്. അതായത് ഒരു റെസിപ്പി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു, അതോടൊപ്പം അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ തമിഴ്നാട്ടിലെ ഒരു റെസിപ്പി ആണെങ്കിൽ ഒരു തമിഴ് പാട്ടാണ് അതിൻ്റെ കൂടെ പാടുന്നത്. അങ്ങനെ അതൊരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കും അവിടെ ഇരുന്ന എല്ലാവർക്കും തന്നെ. നല്ല മനോഹരമായിട്ട് പാടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫോർമൽ ഫംഗ്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. മെട്രോ ഫുഡ് അവാർഡ്സ് 2024 മാനേജിംഗ് ഡയറക്ടർ ആൻഡ് എഡിറ്റർ ശ്രീ CG നായരുടെ വെൽക്കം സ്പീച്ചോടുകൂടി ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ചടങ്ങിന്റെ ഉദ്ഘാടകയും വിശിഷ്ട അതിഥിയുമായി എത്തിയിരിക്കുന്ന ഡോക്ടർ ലക്ഷ്മി നായർ. പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, മേഡത്തെ സവിനയം സാധന വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
വേദിയിലിരിക്കുന്ന മറ്റ് പ്രധാന വ്യക്തികൾ ശ്രീ KK രാധാകൃഷ്ണൻ പ്രസിഡന്റ്, ദ കേരള ക്ലാസിഫൈഡ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് അസോസിയേഷൻ, പിന്നെ അതുപോലെ മിസ്റ്റർ രജേഷ് DTPC സെക്രട്ടറി, മിസ്റ്റർ അനൂപ് ജോയിൻറ്റ് സെക്രട്ടറി, ശ്രീ ശൈലേഷ് CP സെക്രട്ടറി വയനാട് ടൂറിസം ഓർഗനൈസേഷൻ. അങ്ങനെ എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. അങ്ങനെ മെട്രോ ഫുഡ് അവാർഡ്സ് മലബാർ എഡിഷൻ്റെ ഇനോഗ്രൽ സെറമണിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് നിലവിളക്ക് കത്തിച്ചുകൊണ്ട് ഇതിൻ്റെ ഫോർമലായിട്ടുള്ള ഇനോഗ്രേഷൻ ചടങ്ങുകളിലേക്ക് കടക്കുന്നു. അങ്ങനെ നിലവിളക്ക് കത്തിച്ച ശേഷം ഒരു ഇനോഗ്രൽ സ്പീച്ച്, അതാണ് ഞാൻ അടുത്തായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മെട്രോ ഫുഡ് അവാർഡ്സിൻ്റെ 16ാമത്തെ എഡിഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞാൻ എല്ലാവരുമായി പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ മലബാർ എഡിഷൻ എന്നുള്ളതിൻ്റെ ഒരു തുടക്കം കുറിക്കുന്നതിൻ്റെ ആ ഒരു സന്തോഷവും ഈ ഒരു അവസരത്തിൽ ഞാൻ എല്ലാവരുമായി ഷെയർ ചെയ്തു. അങ്ങനെ അവാർഡ് സെറമണി ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യം തന്നെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്സും പിന്നെ അതുപോലെ 2-3 ആൾക്കാരെ ഓണർ ചെയ്യുന്നതിനുള്ള അവാർഡ്സുമാണ് കൊടുക്കുന്നത്. അതായത് മലബാർ മേഖലയിൽ നിന്നും വയനാട്, തലശ്ശേരി, കണ്ണൂർ, കാസർഗോഡ് മുതലായ സെക്ടറിൽ നിന്നെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും നല്ല ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, പല പല കാറ്റഗറീസാണ്. അതിൽ അവാർഡ് വിന്നേഴ്സായിട്ട് വന്നവരാണ് ഇവിടെ ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും തന്നെ. അതോടൊപ്പം മനോഹരമായ ഒരു ഗാനസന്ധ്യ, വളരെ യുണീക്ക് എക്സ്പീരിയൻസ് എല്ലാവർക്കുമായി സമ്മാനിച്ച് ശ്രീമതി സുനിത മേനോനെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ചെയ്യുകയാണ്. 2 ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്സാണ് ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓണർ ചെയ്യുന്ന 2 അവാർഡ്സും വയനാട് ടൂറിസം ഓർഗനൈസേഷൻ WTO, അതുപോലെ വയനാട് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് WDM, ഈ 2 ഓർഗനൈസേഷനെയും ഓണർ ചെയ്യുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റ് അവാർഡ്സ്, പ്രധാനപ്പെട്ട ഫുഡ് അവാർഡ്സ്, ബെസ്റ്റ് ഫാമിലി റെസ്റ്റോറൻറ്റ്, അതുപോലെ ബെസ്റ്റ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ്, ഇതെല്ലാം തന്നെ GRT ഹോട്ടൽസ്, ഗ്രേറ്റ് ട്രയൽസ് വയനാടിന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ബെസ്റ്റ് ട്രൈബൽ ക്വിസീനിൻ്റെ അവാർഡ് കിട്ടിയത് കോണ്ടൂർ ഐലൻഡ് റിസോർട്ടിനാണ്. പിന്നെ എക്സെപ്ഷണൽ ലോക്കൽ ഫുഡിൻ്റെ എക്സ്പീരിയൻസ് അവാർഡ് ദ വേവ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിന്. ബെസ്റ്റ് പാൻ ഏഷ്യൻ അവാർഡിന് സെലക്റ്റഡ് ആയത് വന്യ ഹിലോക്ക് റിസോർട്ട്സ്. ഒതൻറ്റിക് ട്രഡീഷണൽ ക്വീസിൻ്റെ അവാർഡ് കിട്ടിയിരിക്കുന്നത് ഇന്ദീവറ റിട്രീറ്റ്. അതുപോലെ കലിനറി ഇന്നൊവേഷൻ അവാർഡ് കിട്ടിയിരിക്കുന്നത് മാഗ്നറ്റ് ഹോട്ടലിനാണ്. ദ ബെസ്റ്റ് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൻ്റെ അവാർഡ് കിട്ടിയിരിക്കുന്നത് ഹോട്ടൽ ഇൻട്രിയ വയനാട്. പിന്നെ ബെസ്റ്റ് മൾട്ടി ക്വിസിൻ അവാർഡ് കിട്ടിയിരിക്കുന്നത് ജൂബിലി റെസ്റ്റോറൻറ്റ്. പിന്നെ മോസ്റ്റ് ട്രസ്റ്റഡ് ഡയറി കോപ്പറേറ്റീവ് എൻ്റർപ്രൈസിൻ്റെ അവാർഡ് മലബാർ മിൽമയ്ക്കും. എക്സലൻസ് ഇൻ കേറ്ററിംഗ് സർവീസ് പ്ലാസ കേറ്ററിങ്ങിന്. ബെസ്റ്റ് ഹണി ബ്രാൻഡ് ബി ക്രാഫ്റ്റ് ഹണി മ്യൂസിയം. അതുപോലെ മോസ്റ്റ് പ്രിഫേർഡ് മൾട്ടി ക്വിസീൻ റെസ്റ്റോറൻറ്റ് മസാലി റെസ്റ്റോറൻറ്റ് പെരിന്തൽമണ്ണ. എക്സലൻസ് ഇൻ സ്പൈസ് ട്രേഡിന് വയനാട് ക്രാഫ്റ്റ് സ്പൈസസ് ഹാൻഡിക്രാഫ്റ്റ്സ്. പിന്നെ ഷവായി ഡിഷസ് ബെസ്റ്റ് സ്പെഷ്യലൈസ്ഡിന് സൗദി ഷവായിക്കാണ് കിട്ടിയിരിക്കുന്നത്. ബെസ്റ്റ് ബേക്സ് ആൻഡ് കൺഫെക്ഷണറിയുടെ കാറ്റഗറിയിലുള്ള അവാർഡ് കിട്ടിയത് വാൾനട്ട് കേക്ക്സ് എന്ന് പറഞ്ഞ യുണൈറ്റഡ് ഫുഡ് പ്രോഡക്ട്സിനും. അതൊരു സ്ത്രീ സംരംഭകയുടെ പ്രോജക്റ്റാണ്. ബെസ്റ്റ് ഫ്രൈഡ് ചിക്കൻ സീതാ പാനിക്കാണ് കിട്ടിയിരിക്കുന്നത് അവാർഡ്. ബെസ്റ്റ് കോഫി പ്രോഡക്ട്സിന് റീഗൽ കോഫി റോസ്റ്റേഴ്സ്, അവർക്കാണ് ആ അവാർഡ് കിട്ടിയത്. ബെസ്റ്റ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഹോട്ടൽ ഉടുപ്പി വയനാടിനാണ് കിട്ടിയിരിക്കുന്നത്. ബെസ്റ്റ് കേരള ക്യൂസിൻ അവാർഡ് കിട്ടിയിരിക്കുന്ന അനന്തഭദ്ര റെസ്റ്റോറൻറ്റ് കണ്ണൂർ. ബെസ്റ്റ് ഹോം മെയ്ഡ് വൈന് ഓർബ് ഫുഡ് പ്രോഡക്ട്സിനും. അതുപോലെ ബെസ്റ്റ് പ്രിഫേർഡ് ഫാമിലി റെസ്റ്റോറൻറ്റ് തവ റെസ്റ്റോറൻറ്റിനാണ് അവാർഡ്. ബെസ്റ്റ് ബഡ്ജറ്റ് റെസ്റ്റോറൻറ്റ് ഒമാസ് തലശ്ശേരി. സ്പെഷ്യലൈസ്ഡ് മന്തി ഡിഷസിൻ്റെ ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നത് മലപ്പുറത്തെ മന്തി പാലസിനാണ്. ബെസ്റ്റ് ഹോം ബേക്കറായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ലേഡിയാണ് കേക്ക് ഫെയറി എന്ന് പറഞ്ഞിട്ട് ഹോം മെയ്ഡ് കേക്ക്സ്. ബെസ്റ്റ് ഡ്രൈ ഫ്രൂട്ട്സ് ബ്രാൻഡ് നൂർ ഫുഡ്സ്. ഇനി അടുത്തത് ഈ സന്തോഷം ഒരു കേക്ക് കട്ടിങ്ങോടുകൂടി എല്ലാവരും തമ്മിൽ പങ്കിടുന്നു. ഒതൻറ്റിക് ട്രഡീഷണൽ ക്വീസിൻ്റെ അവാർഡ് കിട്ടിയിരിക്കുന്നത് ഇന്ദീവറ റിട്രീറ്റ്. അതുപോലെ കലിനറി ഇന്നൊവേഷൻ അവാർഡ് കിട്ടിയിരിക്കുന്നത് മാഗ്നറ്റ് ഹോട്ടലിനാണ്. പിന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ സെഷൻ, അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രോഗ്രാം ഏകദേശം നല്ല രീതിയിൽ ഒരു വോട്ട് ഓഫ് താങ്ക്സോടുകൂടി സമാപിച്ചിരിക്കുകയാണ്.
കഴിഞ്ഞിട്ടില്ല, ഒരു ഗ്രാൻഡ് ഡിന്നറാണ് എല്ലാവർക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ്. അങ്ങനെ വളരെ സക്സസ്ഫുള്ളി ഈ മെട്രോ ഫുഡ് അവാർഡ്സ് മലബാർ എഡിഷൻ 2024 ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ സാധിച്ചത്, സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഓർഗനൈസിങ് കമ്മിറ്റിക്ക് തന്നെയാണ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റും കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എസ്പെഷ്യലി മെട്രോ മാർട്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ സിജി നായർ ആൻഡ് ഹിസ് ടീം ഓഫ് ഓഫീസ് ബെയറേഴ്സ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി അവസാനിക്കുന്നു. ഇനി ഞാൻ പോയി കിടന്ന് ഉറങ്ങുന്നു. ഇനി നാളെ രാവിലത്തെ വിശേഷങ്ങളുമായിട്ട് കാണാം. ബെസ്റ്റ് കേരള ക്യൂസിൻ അവാർഡ് കിട്ടിയിരിക്കുന്ന അനന്തഭദ്ര റെസ്റ്റോറൻറ്റ് കണ്ണൂർ, ബെസ്റ്റ് ഹോം മെയ്ഡ് വൈന് ഓർബ് ഫുഡ് പ്രോഡക്ട്സിനും, അതുപോലെ ബെസ്റ്റ് പ്രിഫേർഡ് ഫാമിലി റെസ്റ്റോറൻറ്റ് തവ റെസ്റ്റോറൻറ്റിനാണ് അവാർഡ്. ബെസ്റ്റ് ബഡ്ജറ്റ് റെസ്റ്റോറൻറ്റ് ഒമാസ് തലശ്ശേരി, സ്പെഷ്യലൈസ്ഡ് മന്തി ഡിഷസിൻ്റെ ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നത് മലപ്പുറത്തെ മന്തി പാലസിനാണ്. ബെസ്റ്റ് ഹോം ബേക്കറായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ലേഡിയാണ്, കേക്ക് ഫെയറി എന്ന് പറഞ്ഞിട്ട് ഹോം മെയ്ഡ് കേക്ക്സ്. ബെസ്റ്റ് ഡ്രൈ ഫ്രൂട്ട്സ് ബ്രാൻഡ് നൂർ ഫുഡ്സ്. അങ്ങനെ 2 ദിവസത്തെ വയനാട് സ്റ്റേ എല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന പരിപാടിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. നല്ല രസകരമായ ദിവസങ്ങളായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റി. ഇവിടെ പറ്റുന്ന പോലെയൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് വിശേഷങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി സ്ട്രെയിറ്റ് ട്രിവാൻഡ്രം, ഏതാണ്ട് 12 മണിക്കൂർ ഡ്രൈവിംഗ് ആണ്, കാറിലാണ് പോണേ. പാതിരാത്രി ആയിരിക്കും എത്തുന്നത്. എന്തായാലും സന്തോഷം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി വ്ലോഗ്സ്. ലവ് യു ഓൾ.